മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി മഹാവികാസ് അഘാഡിയിൽ ഭിന്നത തുടരുകയാണ്. സഖ്യകക്ഷികളായ കോൺഗ്രസും എൻസിപിയും തിരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന കക്ഷിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതായിരിക്കും ഉചിതമെന്നാണ് ഇരു പാർട്ടികളുടെയും നിലപാട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കണമെന്നും ആ വ്യക്തി എല്ലാ സഖ്യ അംഗങ്ങൾക്കും സ്വീകാര്യനും കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കാൻ കഴിവുള്ളവനുമായിരിക്കണമെന്നുമാണ് ശിവസേനയുടെ നിലപാട്. തിരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം സംബന്ധിച്ച് MBA നേതാക്കൾ തുടർച്ചയായി യോഗങ്ങൾ നടത്തുന്നുണ്ടെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കി. ചില സീറ്റുകൾ സംബന്ധിച്ച തർക്കങ്ങൾ ഒക്ടോബർ ആദ്യവാരം അല്ലെങ്കിൽ രണ്ടാം വാരത്തോടെ പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. MBAയ്ക്കുള്ളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടി സ്വയമേവ മുഖ്യമന്ത്രി പദം ഉറപ്പിക്കുമെന്ന ധാരണയൊന്നുമില്ല എന്നും സഞ്ജയ് റാവത്ത് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഞങ്ങൾ സഖ്യത്തിലാണ്. അതിനാൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എല്ലാവർക്കും സ്വീകാര്യനായിരിക്കണം. മാത്രമല്ല ത്രികക്ഷി സഖ്യ സർക്കാർ നയിക്കാൻ മതിയായ അനുഭവ പരിചയമുള്ളവനുമായിരിക്കണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യം പ്രത്യേക ഫോർമുലകളൊന്നും പാലിച്ചില്ലെങ്കിലും മഹാരാഷ്ട്രയിൽ 17 സീറ്റുകൾ മാത്രം നേടിയ NDAയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ തങ്ങൾക്കായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കണമെന്നതാണ് തങ്ങളുടെ ഏക നിബന്ധന എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ നിന്നോ NCPയിൽ നിന്നോ പേരുണ്ടായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ അത് എല്ലാവർക്കും സ്വീകാര്യമായിരിക്കണം. സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ വിജയസാധ്യതയാണ് സീറ്റുകൾ അനുവദിക്കുന്നതിനുള്ള പ്രാഥമിക മാനദണ്ഡമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 4 റൗണ്ട് മീറ്റിംഗുകൾക്ക് ശേഷം നിരവധി പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണെന്ന് വ്യക്തമായി. എന്നിരുന്നാലും അവ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും MBAയായി ഒരുമിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. സീറ്റ് മാറ്റുന്നത് പോലുള്ള കടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. ഭരണഘടനാ വിരുദ്ധമായ ഈ മഹായുതി സർക്കാരിനെ മാറ്റി അധികാരത്തിൽ തിരിച്ചെത്തുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ചില ചെറിയ ത്യാഗങ്ങൾ സഹിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നും 288 സംസ്ഥാന അസംബ്ലി സീറ്റുകളിൽ 200 എണ്ണത്തിൽ തങ്ങൾ ഇതിനോടകം ധാരണയിലെത്തിയിട്ടുണ്ട് എന്നും സഞ്ജയ് റാവത്ത് വ്യക്തമാക്കി. സീറ്റ് വിഭജന ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ സഖ്യം അതിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും പ്രചരണ തന്ത്രവും തയ്യാറാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മഹാരാഷ്ട്രയിൽ അടുത്ത മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്നായിരിക്കുമെന്നാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് ബാലസാഹേബ് തോറത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തനിക്ക് ഇക്കാര്യത്തിൽ 100% ഉറപ്പുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്ന ചർച്ചകൾക്കിടെയാണ് തോറത്തിന്റെ ഈ പ്രതികരണം. അതിനിടെ സഖ്യത്തിനുള്ളിൽ സീറ്റ് വിഭജനം കല്ലുകടിയായി തുടരുകയാണ്. മുംബൈയിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള 6 സീറ്റുകളിലാണ് തർക്കം. കോൺഗ്രസും ശിവസേനയും ഈ സീറ്റുകൾക്കായി ആവശ്യം ഉയർത്തുന്നുണ്ട്. മുംബൈയിൽ 36 സീറ്റുകളാണുള്ളത്. ഇതിൽ 22 വരെ സീറ്റുകളാണ് ശിവസേനയുടെ ആവശ്യം. കോൺഗ്രസ് 18 സീറ്റുകൾക്കായി രംഗത്തുണ്ട്. NCPയുടെ ആവശ്യം 7 സീറ്റുകളാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുംബൈയിൽ മികച്ച വിജയം നേടാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് കണ്ണുവെക്കുന്നത്.